കേട്ടോ. അപ്പൊ എല്ലാരും കഥ മുഴുവനായി തന്നെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ. നമ്മുടെ കഥയിലെ നായകന്റെ പേര് അഭിഷേക് എന്നാണ്. അപ്പോൾ ഞാനിനി അഭിഷേകായിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ അഭിഷേക്, +2 പഠിക്കുന്നു. വയസ്സ് 19ആയി. പക്ഷേ തോറ്റു പഠിച്ചത് കൊണ്ട് ഇപ്പോഴാണ് എത്തിപ്പെട്ടത്. ഞാനിത്തിരി നേരത്തെയായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ? വിശ്വസിച്ചാലുമില്ലെങ്കിലും ഉള്ളത് തന്നെയാണത്. പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കാരോ എന്തിന് വീട്ടിൽ ആരുമില്ല. ആകെയുള്ളത് മുഴുക്കുടിയനായ ഒരച്ഛൻ. പേര് പറയണോ? അല്ലെങ്കിൽ തന്നെ പേരിൽ എന്തിരിക്കുന്നു? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലെങ്കിലും എല്ലാം സഹിച്ചു കഴിയുന്നു. ആരുടെയൊക്കെ സഹായം കൊണ്ടും ടീച്ചേഴ്സിന്റെ കാരുണ്യം കൊണ്ടും ഇവിടെ വരെ എത്തി. സ്നേഹിക്കാൻ ആരുമില്ല. കുറ്റം പറയാനും കളിയാക്കാനും ചുറ്റും ആളുള്ളത് കൊണ്ട് ബാക്കി പറയണ്ടല്ലോ. സാഹചര്യം കൊണ്ട് ഇടയ്ക്ക് പഠിത്തം പുറകോട്ടായി. എന്നാലും പിടിച്ചു നിന്നു. ഇനി എന്നെ പറ്റി അധികം പറയണ്ടല്ലോ. അധികം കൂട്ടുകാരൊന്നുമില്ല. ഒരുത്തനുണ്ട്, വല്ലപ്പോഴും ക്ലാസ്സിൽ വരും, എന്നാൽ പഠിക്കുകയുമില്ല. പരീക്ഷയ്ക്ക് പക്ഷെ ജയിക്കും. എങ്ങനെയാണെന്നും ചോദിക്കരുത്, എനിക്ക് വലിയ പിടിയില്ല. മാർക്ക് കുറവുള്ളത് കൊണ്ടും മാർക്കുള്ളവർക്ക് വേഗം തന്നെ കൊമേഴ്സ് കിട്ടിയത് കൊണ്ടും പഠിക്കാൻ മോശപ്പെട്ട കുറെ പേർക്ക് സയൻസ് ആയിരുന്നു കിട്ടിയത്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസംബർ മാസത്തിലായിരുന്നു പുതിയ ടീച്ചർ വരുന്നത്. ഈയിടയ്ക്ക് ടീച്ചേഴ്സ് മാറി മാറി വരാറുണ്ട്. അതുപോലെ വന്നതാണ് എന്റെ ഈ ശ്രീദേവി എന്ന് പറയുന്ന 32കാരി ടീച്ചർ. കാണാൻ നല്ല ഭംഗിയുള്ള, വെളുത്ത് 5.5 അടിയോളം ഹൈറ്റുള്ള ടീച്ചറുടെ പട്ടത്തിലുള്ള മുഖത്ത് ചെറിയൊരു നുണക്കുഴിയും വിടർന്ന കൺപീലുകളും നനവാർന്ന റോസ് ചുണ്ടുകളും ഇടതൂർന്ന മുടിയിഴകളും നല്ല മുഞ്ചുള്ള ചിരിയും. ടീച്ചറുടെ വീട് അങ്ങ് മലബാറിലാണ്. ഇവിടെ എന്റെ നാട്ടിൽ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ നടന്നു. തുടക്കത്തിൽ തന്നെ ടീച്ചർ നല്ല കമ്പനി ആയിരുന്നു. വേഗം തന്നെ പഠനം തുടങ്ങി. ഇനി അധിക നാളില്ല അടുത്ത പരീക്ഷയ്ക്ക്. ടീച്ചർ പറഞ്ഞു തരിക മാത്രമല്ല, ഓരോന്നിന്റെയും അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കി തരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കത് എളുപ്പമാവുകയും ചെയ്തു. ടീച്ചർ ബോട്ടണിയായിരുന്നു പഠിപ്പിച്ചത്. അതിന്റെ ലാബെല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കുന്ന തരത്തിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അതിനിടയ്ക്കാണ് അച്ഛന്റെ കൂടെ കാരണം 2 ദിവസം ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞില്ല. കാരണം നാണക്കേട് കൊണ്ട്. കൂട്ടുകാർ പലതും പറഞ്ഞ് ചിരിക്കും, കളിയാക്കും. അതുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ എനിക്കൊരു മടി തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ടീച്ചർ എന്റെ വീട്ടിലേക്ക് വരുന്നത്. പഴയ ഒരു ഓട് വീടായതുകൊണ്ട് സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ടീച്ചറെ ക്ഷണിച്ച് അകത്തേക്ക് വിളിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്നാലും ടീച്ചർ എന്നോട് ക്ലാസ്സിൽ വരാത്തതിന്റെ കാര്യം തിരക്കി. സർക്കാർ ജോലിക്കാരനായിരുന്നു അച്ഛൻ. കുടിമൂലം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് മുതൽ എല്ലാം പറയേണ്ടി വന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ടീച്ചറുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എന്റെ. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. കയ്യിൽ ഒരു കവറുമുണ്ട്. അതിലെന്താണെന്ന് എനിക്കറിയാമായിരുന്നു. ആള് കുറിച്ച് കഴിച്ചിട്ടുമുണ്ട്. ടീച്ചറെ കണ്ടപ്പോൾ അടിമുടി നോക്കി ഏതാടാ ഈ പെണ്ണ് എന്നൊക്കെ ചോദിച്ചു. മണമടിച്ച ടീച്ചർ ഉടുത്തിരുന്ന സാരിത്തുമ്പ് കൊണ്ട് മൂക്കും വായും പൊത്തി എഴുന്നേറ്റു. നിങ്ങളാണല്ലേ ഇവന്റെ അച്ഛൻ? നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു കൊച്ചിന്റെ ഭാവി നശിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ടീച്ചർ പറഞ്ഞു. ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ? ഇവന്റെ അമ്മയാണോ? നിങ്ങളുടെ കാര്യം നോക്കു പെണ്ണെ, അച്ഛൻ പറഞ്ഞു. നാളെ മുതൽ ഇവൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും, ടീച്ചർ അച്ഛനോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വല്ലവരുടെയും മക്കളുടെ കാര്യം നീ എന്തിനാ നോക്കുന്നേ? അച്ഛൻ ടീച്ചറോട് പറഞ്ഞു. നിങ്ങൾ കാരണം ഈ കുട്ടിക്ക് ചീത്തപ്പേരാണ്. ഇവനെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. ഇല്ലേ ഇവനങ്ങ് കൊണ്ടുപോക്കോ, വളർത്തിക്കോ. എനിക്കൊന്നും മേല ഓരോന്നിന്റെ കാര്യങ്ങൾ നോക്കാൻ, അച്ഛൻ പറഞ്ഞു. ടീച്ചർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. അബി, നിന്റെ ഡ്രസ്സും ബാഗും എടുത്തോ. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ കൂടെ പോര്. ആ, കൊണ്ടുപോക്കോ, സമാധാനം, അച്ഛൻ പറഞ്ഞു. ടീച്ചറെ, എങ്ങോട്ട് പോവാനാ? ഞാൻ ടീച്ചറോട് ചോദിച്ചു. റെഡിയായി വാ, ഞാൻ പുറത്തുണ്ടാവും. അങ്ങനെ ഞാൻ എന്റെ ഡ്രസ്സും ബാഗും പുസ്തകവും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. അച്ഛനെ നോക്കിയപ്പോൾ കൊണ്ടുവന്ന കുപ്പി പൊട്ടിച്ച് കുടിക്കുന്നു. ഞാൻ ഒന്നും പറയാതെ ടീച്ചർക്കൊപ്പം ഇറങ്ങി ഓട്ടോയിൽ കയറി ഒരു വീട്ടിലേക്ക് ചെന്നു.
2 മുറികൾ, ഒരു കിച്ചൺ, ഹാൾ, ഒരു കുഞ്ഞു വരാന്തയുള്ള വീട്ടിലേക്ക് ടീച്ചർ എന്നെ ക്ഷണിച്ചു. അവിടെ ആരെയും കണ്ടില്ല. ടീച്ചറിന്റെ കുടുംബമൊക്കെ മലബാറിലായതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇവിടെ. കൊച്ചിനെ നോക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലുള്ളവരായതുകൊണ്ട് ടീച്ചർ തനിച്ചാണ് ഇവിടെ. സ്കൂളിൽ നിന്നും സാരി ഉടുത്ത് മുടിയൊക്കെ പിന്നിട്ട് വരുന്ന ടീച്ചറെ കാണാൻ നല്ല അഴകാണ്. അങ്ങനെ ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചർ തന്നെയാണ് കുക്കിംഗ് എല്ലാം. അങ്ങനെ പിറ്റേന്ന് മുതൽ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി ടീച്ചർക്കൊപ്പം. ടീച്ചർ എന്നോട് പറഞ്ഞു, നമ്മളിവിടെ ഒന്നിച്ചാണെന്ന് ആരോടും പറയരുതെന്ന് മാത്രം താക്കീത് നൽകി. ഞാൻ അനുസരിച്ചു. എനിക്കിപ്പോൾ പഠിക്കാൻ എല്ലാ സഹായവും ടീച്ചർ നൽകുന്നുണ്ട്. കൂടെ ടീച്ചർ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകിട്ട് ടീച്ചർ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മെറൂൺ മാക്സ് ധരിച്ചു. ഞാൻ ആദ്യമായാണ് ആ ഡ്രസ്സിൽ ടീച്ചറെ കാണുന്നത്. മുടിയൊക്കെ ചുറ്റിക്കെട്ടി നല്ല ഭംഗിയായി നിൽക്കുന്നു. രാത്രി ടീച്ചർ പഠിപ്പിക്കാനിരുത്തിയപ്പോൾ ഞാൻ ടീച്ചറെ ശ്രദ്ധിച്ചു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ടീച്ചർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ടീച്ചർ. മനസ്സിൽ വെക്കാതെ ഇങ്ങ് പറയടാ, ടീച്ചർ പറഞ്ഞു. അത് പിന്നെ അത് ടീച്ചറെ കാണാൻ ഇന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. ഓ, ഇതാണോ കാര്യം? ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയാ. ഞാൻ പറഞ്ഞു. നീ എന്നെ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നേ, പിന്നെന്താ ഇന്ന് ഇങ്ങനെ തോന്നാൻ? ടീച്ചർ ചോദിച്ചു. അത് ഇന്ന് ടീച്ചർ അടിപൊളിയായിട്ടുണ്ട്. അതെന്താ, ഇന്നലെയും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ? ടീച്ചർ ചോദിച്ചു. അതല്ല, ഈ ഡ്രസ്സിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന്. ഓ, അതാണോ? എങ്ങനെയുണ്ട് ഈ ഡ്രസ്? എനിക്ക് ചേരുന്നുണ്ടോ? ടീച്ചർ ചോദിച്ചു. ഈ കളർ കൊള്ളാം, ഞാൻ പറഞ്ഞു. അപ്പോ എന്നെ കാണാൻ കൊള്ളില്ലേ? ടീച്ചർ ചോദിച്ചു. അതല്ല, ടീച്ചർ ഇടുമ്പോഴാ ഇതിന് ഭംഗി തോന്നുന്നേ. ആണോ? എന്നിട്ട് എന്റെ ഹസ്സിന് തോന്നിയില്ലല്ലോ, നിനക്ക് തോന്നിയത് അതെന്താ? ടീച്ചർ ചോദിച്ചു. അറിയില്ല, ഭംഗിയുള്ളത് ആസ്വദിക്കണമെന്നല്ലേ ആരോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കളിയായി പറഞ്ഞു. ആരോ അല്ലേ, എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? ടീച്ചർ ഒരു നാണത്തോട് ചോദിച്ചു. അത് കാണുന്നവർക്കല്ലേ പറയാൻ കഴിയൂ, ഞാൻ പറഞ്ഞു. ശരി. ടീച്ചർ എന്ത് സുന്ദരിയാ. ടീച്ചറുടെ ഹസ്ബൻഡ് എവിടെ? ഞാൻ ചോദിച്ചു. ഏട്ടൻ ഗൾഫിലാടാ, പോയിട്ട് 2 കൊല്ലമായി. ഈ വെക്കേഷൻ കഴിഞ്ഞ് ആള് വരും. അപ്പോ ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോകും. അപ്പോ ടീച്ചർ പോയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ സങ്കടത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും നീ നല്ല മാർക്കോടെ പാസ്സായി നിനക്ക് കോളേജിൽ പഠിക്കാനുള്ളതൊക്കെ ശരിയാവും, പോരെ? പിന്നെ നിനക്ക് ചിലവിനുള്ളത് പഠിക്കാനുള്ളതുമൊക്കെ ഞാൻ അയച്ചു തരാം, പോരെ? നീ പേടിക്കണ്ടടാ, ടീച്ചർ പറഞ്ഞു. എന്നാലും ടീച്ചർ, പിന്നെ നീ വീട്ടിൽ വരുമ്പോഴൊന്നും എന്നെ ടീച്ചർ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടണ്ട. കുഞ്ഞേച്ചി എന്നോ വല്യേച്ചി എന്നോ വിളിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു. ശരി. അപ്പോ എന്നെന്താ നീ വിളിക്കുക? കുഞ്ഞേച്ചി. കൊള്ളാം, അത് മതി. ഞങ്ങൾ 2 പേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. രാത്രി കിടക്കാൻ നേരം ടീച്ചർ കുളിച്ച് ഒരു മാക്സ് ഇട്ടുകൊണ്ട് വന്നു. എന്നോട് പോയി പഠിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ ഫോൺ എടുത്തു. ഹസ്ബൻഡിനെ വിളിക്കാനാണെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ടീച്ചർ ഫോണിൽ ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ പിക്കെടുത്തു. ഞാൻ നോക്കിയപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, എന്താടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല കുഞ്ഞേച്ചി, ഈ രാത്രി എന്തിനാ പിക്കെടുക്കുന്നത്? ഓ അതോ, അത് പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയാടാ. നീ പോണില്ലേ പഠിക്കാൻ? ഞാനിപ്പോ വരാം, അപ്പോഴേക്കും പഠിക്ക്, ടീച്ചർ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി അടുത്ത റൂമിൽ പോയി ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങി. സമയം 1 മണിക്കൂർ കഴിഞ്ഞു. വിശക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് ടീച്ചറുള്ള മുറിയിലേക്ക് ചെന്നു. ഡോറ് അടഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ മുട്ടി നോക്കി. കുഞ്ഞേച്ചി തുറക്ക്. അകത്തു നിന്നും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. കുഞ്ഞേച്ചി വാതിൽ തുറക്ക്. ദാ വരുന്നടാ. ഞാൻ മെല്ലെ നിന്നു. 2 നിമിഷം കഴിഞ്ഞ് ടീച്ചർ വാതിൽ തുറന്നു, മുടി പിന്നിൽ കെട്ടിവെച്ചുകൊണ്ട്. പഠിച്ചോ നീ? വിശക്കുന്നു, അതാ വിളിച്ചേ. കുഞ്ഞേച്ചി നല്ല ഉറക്കായിരുന്നു തോന്നുന്നു, നല്ല ക്ഷീണം പോലെ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു. ആടാ, വയ്യ, ഒന്ന് മയങ്ങിപ്പോയി, ടീച്ചർ പറഞ്ഞു. എന്നാ കഴിച്ചിട്ട് കിടന്നോളൂ, ഞാൻ പറഞ്ഞു. നാളത്തേക്കുള്ളതൊക്കെ നീ പഠിച്ചില്ലേ? ടീച്ചർ ചോദിച്ചു. ഏറെക്കുറെ പഠിച്ചിട്ടുണ്ട്.
മറ്റന്നാൾ മുതൽ ക്ലാസ് എക്സാം ഉണ്ട്, മറക്കണ്ട, ടീച്ചർ എന്നെ ഓർമ്മപ്പെടുത്തി. ഏയ് അതൊന്നും മറക്കില്ല, ഞാൻ പഠിച്ചോളാം. ഞാൻ പറഞ്ഞു, പഠിച്ചാൽ പോരാ, എക്സാമിന് പാസ്സാവണം. ടീച്ചർ പറഞ്ഞു. ശ്രമിക്കാം. തോറ്റാൽ നിന്നെ കൊല്ലും ഞാൻ, ടീച്ചർ പറഞ്ഞു. അപ്പൊ ജയിച്ചാലോ? ജയിച്ചാൽ നിനക്ക് നല്ലത്. അത്രേ ഉള്ളൂ? പിന്നെ വേറെന്താ വേണ്ടേ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ വലിയ പരീക്ഷ കഴിഞ്ഞിട്ട്. ശരി. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടന്നു. ഞങ്ങൾ കിടക്കുന്നത് ഏതാണ്ട് 1 മണിയായി കാണും. പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു. നോക്കുമ്പോൾ ടീച്ചർ മാക്സിയും ഇട്ട് കട്ടിലിൽ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ബാത്റൂമിലേക്ക് ഓടി. വേഗം തന്നെ കാര്യം കഴിഞ്ഞ് പുറത്തിറങ്ങി ലൈറ്റ് ഓഫാക്കി കയറി കിടന്നു. അപ്പോഴും മനസ്സിൽ ടീച്ചർ തന്നെയായിരുന്നു. ഞാൻ പതിയെ ടീച്ചറെ നോക്കി. നല്ല ഉറക്കം പോലെ ഞാൻ പയ്യെ കൈയെടുത്ത് ടീച്ചറുടെ സൈഡിൽ വെച്ചു. ടീച്ചറുടെ അനക്കമില്ല. ഞാൻ പയ്യെ കൈ മുകളിലേക്ക് കൊണ്ടുപോയി. ഒന്ന് തൊട്ടാലോ എന്ന് തോന്നി. പക്ഷെ വേണ്ട, ടീച്ചർ എന്ത് വിചാരിക്കും? ഞാൻ അങ്ങനെ തന്നെ കിടന്ന് എന്റെ ആളെ പുറത്തെടുത്തു. ആളിപ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ സമയം കളയാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചു. അധികം സമയം എടുത്തില്ല. വേഗം തന്നെ എല്ലാം കഴിഞ്ഞു. ബെഡ്ഷീറ്റിൽ പറ്റിയത് ഞാൻ തുടച്ചു കളഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് വേഗം തന്നെ കിടന്നു. നേരം വെളുത്ത് കുറച്ച് താമസിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. അതിന് ടീച്ചറുടെ ശകാരം കേട്ടു. പല്ല് തേക്കാൻ പോയപ്പോഴാണ് ടീച്ചർ എന്നെ വിളിച്ചത്. ഞാൻ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ ടീച്ചർ ബെഡ്ഷീറ്റ് മണത്ത് നോക്കുമായിരുന്നു. ആസ്വദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ കണ്ടപ്പോൾ നിനക്കിത് മടക്കി വെച്ചൂടെ എന്ന് ചോദിച്ചു. അത് ഞാൻ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിനെന്താ ഒരു സ്മെല്ല്? നീ ഇന്നലെ ഇവിടെയാണോ കാര്യം സാധിച്ച്? ടീച്ചർ ചോദിച്ചു. അല്ല ടീച്ചർ, ഞാൻ ബാത്റൂമിലാ പോയേ. അതും പറഞ്ഞ് അതെടുത്തുകൊണ്ട് ടീച്ചർ പോയി. ഞാൻ വേഗം തന്നെ റെഡിയായി ഇറങ്ങി. വൈകിട്ട് ഒന്നിച്ചു വന്നു. പിന്നെ ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി വേഗം പഠിക്കാനിരുന്നു. ടീച്ചർ ചായ ഉണ്ടാക്കാനും പോയി. രാത്രി ആയപ്പോഴാണ് ഒന്ന് റിലാക്സ് ആയത്. അപ്പോഴാണ് ടീച്ചർ എന്നോട് അപ്പുറത്ത് കിടന്നാൽ മതിയെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ എന്റെ മുറി അപ്പുറത്തേക്ക് മാറി. കുറെ കൂടി ഫ്രീ ആയി. ഞാൻ വേഗം തന്നെ കിടന്നു. ടീച്ചർ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. കാണിക്കാനായിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ പഠിക്കുകയല്ലായിരുന്നു തോന്നിക്കാണും. ടീച്ചർ എന്നോട് മിണ്ടാതെ നേരെ പോയി. ഞാനും കൂടെ പോയി ഫുഡ് കഴിച്ചു വന്നു. പിന്നെ കുറെ പഠിച്ചു. പിറ്റേന്ന് എക്സാം ആണല്ലോ. ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് പഠിച്ചു. ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ടീച്ചർ പേപ്പറായി വന്നു. എല്ലാവരേക്കാളും ഇന്ന് മികച്ചത് ഞാൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് പാസ്സായി. അതിന്റെ സന്തോഷം ടീച്ചർക്കും ഉണ്ടായിരുന്നു. വൈകിട്ട് അതിന്റെ സന്തോഷത്തിനായി ടീച്ചർ എനിക്ക് പലഹാരം വാങ്ങി തന്നു. രാത്രി കിടക്കാൻ നേരം ടീച്ചർ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. ഞാനപ്പോൾ എന്റെ മുറിയിൽ കിടക്കുമ്പോഴാണ് ടീച്ചർ വാതിൽ മുട്ടുന്നത്. ഞാൻ പോയി തുറന്നു. ഡാ, നിനക്ക് മാറ്റി കിടത്തിയത് കൊണ്ട് ദേഷ്യമുണ്ടോ? ടീച്ചർ ചോദിച്ചു. സാരമില്ല ടീച്ചർ, ടീച്ചർക്ക് പ്രൈവസി വേണ്ടേ? ഹസ്ബൻഡ് വിളിക്കില്ലേ? ഞാൻ പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, എന്നാലും നീ വരുന്നോ? അപ്പുറത്ത് കിടക്കാം, ടീച്ചർ പറഞ്ഞു. വേണ്ട ടീച്ചർ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ ശരി. അല്ല, നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയോ? ടീച്ചർ ചോദിച്ചു. അറിയാലോ. എടാ, എന്റെ 2-3 പിക്സ് എടുത്തു തരുമോ? എടുക്കാലോ. ഞങ്ങൾ അവിടെ നിന്നും ടീച്ചറുടെ റൂമിലേക്ക് പോയി. ടീച്ചർ നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ടുള്ള 4-5 ഫോട്ടോ എടുത്തു കൊടുത്തു. ഡാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ആരോടും പറയരുതേ, ടീച്ചർ പറഞ്ഞു. ഇല്ല ടീച്ചർ പറ. ഞാൻ പറഞ്ഞു. ടീച്ചറോ? അയ്യോ സോറി, പറ കുഞ്ഞേച്ചി. നീ ആരോടും പറയരുത്, വാക്കാണല്ലോ. വാക്ക് ഞാൻ ആരോടും പറയില്ല. എന്നാലും എനിക്ക് നിന്നോട് പറയാൻ എന്തൊക്കെയോ പോലെ, ടീച്ചർ പറഞ്ഞു. പറ, മടിക്കുന്നത് എന്തിനാ? നാണമാണോ കുഞ്ഞേച്ചിക്ക്? ഞാൻ ചോദിച്ചു. അത് പിന്നെ നീ എനിക്ക് കുറച്ച് ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന കുറച്ച് ഫോട്ടോസ് എടുത്ത് തരുമോ? ഏട്ടന് വേണ്ടിയിട്ടാ, ടീച്ചർ മടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണോ കാര്യം? അതിലെന്തിനാ നാണിക്കുന്നത്? നമ്മളല്ലാണ്ട് വേറെ ആരറിയാൻ? അല്ലെങ്കിലും ജീവിതമൊക്കെ ആസ്വദിക്കണ്ടേ? ഞാൻ പറഞ്ഞു. നീ അധികം ചിന്തിക്കാതെ വേഗം എടുക്കാൻ നോക്ക്, ടീച്ചർ പറഞ്ഞു. ഞാനെടുത്താൽ പ്രശ്നമാകില്ലേ? ഞാൻ ചോദിച്ചു.
എന്തെങ്കിലും പറഞ്ഞോളാം. ഇപ്പൊ നാണമൊക്കെ മാറിയോ ടീച്ചർക്ക്? പിന്നല്ലാതെ ഞാനൊരു പെണ്ണല്ലേ, ടീച്ചർ പറഞ്ഞു. അതിന് ഞങ്ങൾക്കൊക്കെ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ നിങ്ങൾ ചേച്ചിമാർ തല്ലും, നാണം കെടുത്തും. അതൊക്കെ വിചാരിച്ചാണ് മാറി നിൽക്കുന്നത്. ഒരു പെണ്ണിനോട് ഇഷ്ടം പോലും പറയാൻ മടിക്കുന്നത്. പക്ഷേ കുഞ്ഞേച്ചിക്കൊക്കെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? നാണമൊന്നും വേണ്ട. അപ്പോൾ ചമ്മൽ തോന്നും, പിന്നെ ഈസി അല്ലേ? ഞാൻ പറഞ്ഞു. ശരിയാടാ. ഇപ്പോ എന്തോ കുറച്ച് ധൈര്യമൊക്കെ വന്ന പോലെ ടീച്ചർ പറഞ്ഞു. ഈ ഡ്രസ്സിലാണോ ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ ചോദിച്ചു. ആ പിന്നല്ലാണ്ട്. ടീച്ചർക്ക് സാരിയാണ് ചേരുന്നേ. അത് പിന്നെ ഈ രാത്രി അതൊക്കെ വലിച്ചു ചുറ്റാൻ പാടാടാ. എന്നാ ശരി. അങ്ങനെ ഞാൻ ടീച്ചർക്ക് മാക്സിയിലുള്ള 2-3 ഫോട്ടോസ് എടുത്തു കാണിച്ചു. ടീച്ചർ നാണം കൊണ്ട് ശരിടാ താങ്ക്സ് എന്നും പറഞ്ഞ് റൂമിലേക്ക് പോയി. പിറ്റേന്ന് കാലത്ത് ടീച്ചർ എന്നെ എഴുന്നേൽപ്പിച്ച് കാപ്പി തന്നു. കവളിൽ നുള്ളിക്കൊണ്ട് നീ കൊള്ളാലോടാ, ഏട്ടനെ ഇന്നലെ അയച്ചത് ഇഷ്ടമായി എന്നും പറഞ്ഞു. പിന്നെ ഇന്ന് വൈകിട്ട് സാരിയിൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞു. ആരെടുത്തെന്ന് ചോദിച്ചില്ലേ? ഞാൻ ടീച്ചറോട് ചോദിച്ചു. ആ ചോദിച്ചു. ഇവിടെ ഹൗസ് ഓണറുടെ മകളാണെന്ന് പറഞ്ഞു. പിന്നെ അധികം സംസാരിച്ചു നിൽക്കാതെ വേഗം റെഡിയായി സ്കൂളിലേക്ക് പോയി. വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം ടീച്ചർ എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഒരു ചുവന്ന സാരിയിൽ ടീച്ചർ നിൽക്കുന്നു. കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയ പോലെ. ഇതുപോലുള്ള സുന്ദരി ടീച്ചറെ കിട്ടിയാൽ എന്ത് ഭാഗ്യവാനാകും എന്നെനിക്ക് തോന്നി. എന്നാലും അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ ഓർത്തപ്പോൾ മനസ്സിൽ ചിരി വന്നു. ടീച്ചറുടെ പല പോസ്റ്റിലുള്ള ഫോട്ടോസ് ഞാൻ എടുത്തു കൊടുത്തപ്പോൾ തന്നെ എന്റെ ആൾ തല പൊക്കി. ടീച്ചറും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നോക്കിയത് കണ്ടിട്ടാണോ പറയാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് ചെക്ക ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഈ ഭംഗി കണ്ട് അങ്ങ് നിന്ന് പോയതാണേ. ഞാൻ പറഞ്ഞു. നീയാള് കൊള്ളാലോടാ, അന്യന്റെ പേരുടെ ഭംഗി ആസ്വദിക്കുന്നത് നല്ലതല്ലോ. പിന്നെ ഞാൻ നിന്റെ ടീച്ചറും കൂടിയാണ്, അത് ഓർമ്മ വേണം. ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ ഇങ്ങനൊരു ചരക്കിന് നോക്കാതിരിക്കും ആരെങ്കിലും. ഞാൻ മെല്ലെ പറഞ്ഞതാണെങ്കിലും ടീച്ചർ അത് കേട്ടു. എന്താ നീ പറഞ്ഞത്? അല്ല ടീച്ചർ, ടീച്ചറുടെ ഭംഗി കൊള്ളാമെന്ന് പറഞ്ഞതാ. ആയിക്കോട്ടെ, മതി എടുത്തത്, പോയി കിടക്കാൻ നോക്ക്, ടീച്ചർ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പോവാൻ നോക്കിയപ്പോൾ ടീച്ചർ എന്റെ കയ്യിൽ പിടിച്ച് ഇന്നിവിടെ കിടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ടീച്ചറുടെ റൂമിൽ കിടന്നു. രാത്രി ഏറെ നേരം കഴിഞ്ഞു. സമയം 2 മണിയായി കാണും. ടീച്ചറുടെ ഓരോ പോസും എന്റെ മനസ്സിൽ ആകെ കുളിര് കോരിച്ചു. എങ്ങനെയെങ്കിലും ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം തോന്നിപ്പോയി. വേഗം തന്നെ അവ ടീച്ചറെ നോക്കുമ്പോൾ ടീച്ചർ ചരിഞ്ഞു കിടക്കുന്നു. അവന്റെ മുമ്പിൽ ടീച്ചറുടെ പുറകുവശമാണ്. പയ്യെ ഒന്നുകൂടി ചേർന്ന് കിടന്നു. പുറത്ത് നല്ല തണുപ്പും മഴയും, അകത്ത് തണുപ്പും കേറി വരുന്നു. ഞാൻ പയ്യെ അടുത്ത് കിടന്നു. പയ്യെ പയ്യെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹങ്ങളായി മുന്നോട്ടു നീങ്ങി. ടീച്ചർ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറെ കൂടി എന്റെ ധൈര്യം കൂടി. അതുവരെ ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയും. ഇപ്പൊ പേടിയോടെ ആണെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുന്നു. ഞാൻ പിന്നെ ആ തണുപ്പിനെയും കൂളായ ഇരുട്ടിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. എന്റെ ആ പ്രവൃത്തിയിൽ ഒരെതിർപ്പും ടീച്ചറിൽ ഞാൻ കണ്ടില്ല. ആ ഉറക്കത്തിൽ ടീച്ചർ എനിക്ക് ഓരോന്നിനായി വഴി ഒരുക്കി തന്നു. ആ ഉറക്കത്തിൽ ടീച്ചർ ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് സഹകരിക്കുന്ന ഒരു ടീച്ചറെയാണ് ആ സമയത്ത് ഞാൻ കണ്ടത്. ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ടീച്ചറുടെ ശബ്ദം റൂമിൽ നിറയാൻ തുടങ്ങി. അത് ഞാൻ ഫോണിൽ റെക്കോർഡും ചെയ്തു. എന്റെ ചെയ്തികൾ ടീച്ചർ വല്ലാതെ ആസ്വദിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ഇനി തനിക്കുള്ളതാണ് ടീച്ചർ എന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. ഇതിനെല്ലാം ഇടയിലും ടീച്ചർ എന്നെ ഏട്ട എന്ന് വിളിക്കുന്നതിൽ എനിക്ക് കൂടുതൽ ആവശ്യം നൽകിക്കൊണ്ടിരുന്നു. ഞാൻ വേഗം മറ്റ് പ്രയോഗങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കെ ടീച്ചർ പെട്ടെന്ന് ഭർത്താവല്ല സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലാക്കി ചാടി എഴുന്നേറ്റു. നേരെ ഇരുന്ന ടീച്ചർ ഒന്നും കാണാൻ പറ്റിയില്ല. വേഗം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ മുമ്പിൽ നിൽക്കുന്നു. ഇത്രയും നേരം ഇതെല്ലാം ചെയ്തു കൂട്ടിയത്
താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലാക്കിയ ടീച്ചർക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ടീച്ചർ എന്നെ ഒരുപാട് തല്ലി. ഡ്രസ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അന്ന് പിന്നെ രണ്ടാൾക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടുപേരിലും ദേഷ്യം വല്ലാതെയായി. ടീച്ചർക്ക് അവനോട് ദേഷ്യവും അവനോട് മൗനമായി കാണിച്ചു. പിറ്റേന്ന് രണ്ടുപേരും ക്ലാസ്സിൽ പോയില്ല. ആഹാരവും കഴിക്കാതെ ഇരുന്നു. രാത്രി വിശന്നിരുന്ന ടീച്ചർ വേഗം ആഹാരം ഉണ്ടാക്കി കഴിച്ചു. അവനുള്ളതും കൂടി ഉണ്ടാക്കിയെങ്കിലും അബിയെ വിളിക്കാതെയാണ് ആഹാരം കഴിച്ച് പോയി കിടന്നത്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴും തലേ ദിവസത്തെ ആഹാരം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അവനൊന്നും കഴിച്ചിട്ടില്ല എന്ന് ടീച്ചർക്ക് മനസ്സിലായി. വേണമെങ്കിൽ കഴിക്കട്ടെ, വിശക്കുമ്പോൾ കഴിച്ചോളും എന്ന രീതിയിൽ ടീച്ചർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോയി. അബിയെ ശ്രദ്ധിക്കാനോ വിളിക്കാനോ പോയില്ല. അന്നവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായി. വൈകിട്ട് ടീച്ചർ വന്നപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. അവന്റെ സാധനങ്ങളും ഇല്ലായിരുന്നു. എന്നും പൂട്ടിവെക്കുന്നിടത്ത് താക്കോൽ വെച്ചിരുന്നു. അവൻ പോയി എന്ന് ടീച്ചർക്ക് മനസ്സിലായി. പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ തലക്കും കൈവച്ച് സങ്കടപ്പെട്ടിരുന്നു. എന്തിനാണ് താൻ അവനെ ഇങ്ങോട്ട് വിളിച്ചത്? അവൻ തന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല കുട്ടിയായി പഠിച്ചു, നല്ല അനുസരണയും. പെട്ടെന്ന് എന്താണ് അവന് പറ്റിയത്? എന്തിനാണ് അങ്ങനെ എനിക്ക് തോന്നിയത്? ഇനി അവനെ കൂട്ടുകാർ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചതാണോ? അറിയില്ല. പക്ഷേ തല്ലിയത് തെറ്റായിപ്പോയി. എന്നാലും അവനങ്ങനെ കാണിച്ചിട്ടല്ലേ എന്ന് മനസ്സിൽ തോന്നി. അന്ന് പിന്നെ അവൻ വീട്ടിൽ പോയി കാണുമെന്നോർത്ത് ടീച്ചർ കിടന്നു. രാത്രിയായപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി അവന്റെ അച്ഛനെ പോലെ അവനാകുമോ? അവന്റെ ജീവിതം പോകില്ലേ? അത് താൻ അന്വേഷിക്കണ്ടേ? എന്തെങ്കിലും കാണിച്ചാലോ എന്നൊക്കെ മനസ്സിൽ തോന്നി. എങ്കിലും ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കൊടുക്കാമെന്ന് മനസ്സിലോർത്തു. നാളെ ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞ് ശരിയാക്കാമെന്ന് വിചാരിച്ചു കിടന്നു. പിറ്റേന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ അന്നും അവൻ വന്നിട്ടില്ല. എന്താവും വരാത്തതെന്നോർത്ത് ടീച്ചർ വൈകിട്ടാക്കി. വൈകിട്ട് ടീച്ചർ അവനെ തേടി ചെല്ലുമ്പോൾ അവന്റെ വീട്ടിലൊക്കെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അറിയാതെയാണെങ്കിലും ഉള്ളൊന്ന് പിടച്ചു. അവനെന്തെങ്കിലും കടുകൈ ചെയ്ത് കാണുമോ എന്ന് ഭയപ്പെട്ടു. വേഗം ആളുകൾക്കിടയിലൂടെ ചെന്നു. അകത്ത് അവൻ അവന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. കുടിച്ചു കുടിച്ച് അയാൾ പോയി. അവന്റെ കരച്ചിൽ ടീച്ചർക്കുമാകെ വിഷമമുണ്ടാക്കി. കരച്ചിലോട് കൂടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബോധം മറഞ്ഞ അവസ്ഥയിൽ അവൻ തളർന്നു വീണിരുന്നു. അവന്റെ ഇരിപ്പും കണ്ണീരും ടീച്ചറെ ആകെ തളർത്തി. ഒരു പക്ഷേ താനിപ്പോൾ അവന്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ പിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നി. അവൾ അവനെ പിടിച്ചു. പക്ഷേ അവൻ അച്ഛനെ വിടാൻ തയ്യാറായിരുന്നില്ല. ചേർത്ത് പിടിച്ച് കരഞ്ഞു. അവന്റെ കരച്ചിൽ നാട്ടുകാർക്കിടയിലും സങ്കടവും കരച്ചിലും ഉണ്ടാക്കി. ടീച്ചർ പോലും കരഞ്ഞു. അവനെ പിടിച്ചു മാറ്റി അച്ഛനുമായി നാട്ടുകാർ പോകുമ്പോൾ ബോധം പോയ അവസ്ഥയിലായിരുന്നു അവൻ. ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ ടീച്ചർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രി അവന് കഴിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുത്തെങ്കിലും അവൻ കഴിച്ചില്ല. പിറ്റേന്ന് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. അവനെ തനിച്ചാക്കി പോകാനും കഴിയുന്നില്ല. ആകെ വല്ലാത്തൊരവസ്ഥയിലായി അവൾ. ഹസ്സിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഹസ് അവനോട് കൂടെ ഇരുന്നോ എന്നും പറഞ്ഞു. അങ്ങനെ ചെറിയൊരു മെഡിക്കൽ ലീവ് എടുത്ത് ടീച്ചർ അവന്റെ കൂടെ ഇരുന്നു. പലപ്പോഴും അവന്റെ കരച്ചിൽ കാണാൻ ടീച്ചർക്ക് കഴിയാതെ വന്നു. 2 ദിവസം കഴിഞ്ഞ് അവൻ ആഹാരം കൊടുത്തു. അവൻ കഴിച്ചു. പക്ഷെ എല്ലാം കുറേശ്ശെയായിരുന്നു. അങ്ങനെ അവൻ കുറച്ചൊക്കെ മാറി. പയ്യെ മിണ്ടാൻ തുടങ്ങി. ടീച്ചറോട് പൊക്കോളൂ, ഇനി നിൽക്കണ്ട തനിക്ക് വേണ്ടി. ഒരിക്കൽ ടീച്ചറോട് ഞാൻ തെറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു അവ ടീച്ചറെ ഒഴിവാക്കി. പോവാൻ മനസ്സ് വന്നില്ലെങ്കിലും അവൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ടീച്ചർ ലീവ് ക്യാൻസലാക്കി. പിന്നെ ജോയിൻ ചെയ്തു. വൈകിട്ട് അവന്റെ അടുത്ത് പോയെങ്കിലും അവനെ കാണാൻ സാധിച്ചില്ല. വീട്ടിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു നാൾ ലീവ് എടുത്ത് അവന്റെ വീട്ടിലേക്ക് ചെന്ന് ഡോറ് അടഞ്ഞു കിടക്കുന്നുണ്ട്. തള്ളി നോക്കി. ഡോറ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അകത്ത് ചെന്ന് അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ടീച്ചർ അതൊക്കെ അടക്കി പെറുക്കി വെച്ചു. അവന്റെ അടുത്ത് ചെന്നപ്പോൾ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു അവൻ. അടുത്ത് ഒരു കുപ്പിയുണ്ട്. പിന്നെ കുറച്ച് കടലയും ബിസ്ക്കറ്റ് പാക്കറ്റും ഒക്കെയുണ്ട്. ടീച്ചർ അവനെ തട്ടി വിളിച്ചു. ഉറക്കത്തിൽ എന്ന പോലെ അവൻ വിളിയേട്ടുണർന്നു. ടീച്ചർ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. ഇതിനാണോ നിന്നെ ഞാൻ പഠിപ്പിച്ചത്, കൂടെ താമസിപ്പിച്ചത്?
ഇങ്ങനെ ജീവിക്കാനാണോ ഞാൻ എന്നെ പഠിപ്പിച്ചത്? ടീച്ചർ അവനോട് ചോദിച്ചു. ടീച്ചർ എന്തിനാ വന്നേ? എനിക്കാരുമില്ല, എന്റെ കാര്യം ആരും നോക്കണ്ട, ഞാൻ ആർക്കും ശല്യമാവില്ല, എന്നെ വിട്ടേക്ക്, അഭി പറഞ്ഞു. ഓ, നിന്നെ കാണാൻ വന്നതും നിന്നെ നന്നാക്കാൻ നോക്കിയതും എന്റെ തെറ്റാ, നിന്നോട് മിണ്ടാൻ പോലും വരരുതായിരുന്നു, ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് വരാൻ, എന്നെ വിട്ടേക്ക്. ഉറക്കപ്പിച്ചിലും ക്ഷീണത്തിലും അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. നീ കാണിച്ചത് തെറ്റാണ്, അതിനാണ് നിന്നെ ഞാൻ തല്ലിയത്. പക്ഷെ നിനക്കൊരു സങ്കടം വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്ന കൂടെ. എന്നിട്ടും എന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്റെ അനിയനെ പോലെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ നീ ടീച്ചർ എന്നെ സ്നേഹിക്കുകയും വേണ്ട, കൂടെ കൂട്ടുകയും വേണ്ട, എന്റെ കാര്യത്തിൽ സങ്കടപ്പെടേണ്ട, ടീച്ചർ പൊക്കോളൂ, ഇനി ഞാൻ ഇങ്ങനെയൊക്കെ നടന്നോളാം, അഭി പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ കാണിക്ക്, എനിക്കെന്താ. അതും പറഞ്ഞ് ടീച്ചർ എഴുന്നേറ്റ് നടന്ന് ഡോറിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. തല കുനിച്ച് വീണ്ടും അവൻ കിടന്നത് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ടീച്ചർ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ അവന്റെ സീറ്റ് കാലിയായി കിടക്കുന്നു. അത് കണ്ടപ്പോൾ ടീച്ചർക്ക് സങ്കടം തോന്നിയെങ്കിലും പിന്നെ അവനില്ലാത്ത വിചാരവും സ്നേഹവും എന്തിനോ തനിക്കെന്ന് തോന്നിപ്പോയി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ചായയൊക്കെ കുടിക്കുമ്പോഴാണ് ഓർത്തത്, അവനെന്തെങ്കിലും കഴിച്ചു കാണുമോ? ഇനി ഞാൻ ചെല്ലുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവനെ വിട്ടുകളഞ്ഞാൽ അവൻ കുടിച്ച് ചീത്തയാവും എന്ന് തോന്നി അവൾ കുറച്ച് ചോറും കറിയും എടുത്ത് അവന്റെ അടുത്തേക്ക് പോയി. സമയം 6 കഴിഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ടീച്ചർ ചെല്ലുമ്പോൾ അവൻ അകത്തേക്ക് കയറി. അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായെങ്കിലും ടീച്ചർ കയറി ചെന്നു. കഴിക്കാൻ ഒന്നുമില്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായത് കൊണ്ട് കൊണ്ടുവന്ന ആഹാരം ടീച്ചർ പുറത്തെടുത്തു അവന്റെ മുറിയിലേക്ക് നടന്നു. ടീച്ചർ അവന്റെ അടുത്തേക്ക് ചെന്നു. നീ എന്തെങ്കിലും കഴിച്ചോ? ടീച്ചർ ചോദിച്ചു. ടീച്ചർ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അതൊക്കെ എങ്ങനെയെങ്കിലും നടന്നോളൂ, അഭി പറഞ്ഞു. നീ എന്താ ക്ലാസ്സിൽ വരാത്തെ? ഞാനിനി അങ്ങോട്ടില്ല. അതെന്താ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ? ഏയ് അല്ല, വേണ്ടെന്ന് തോന്നി. ടീച്ചർ എന്തിനാ വന്നേ? അഭി ചോദിച്ചു. നീയൊന്നും കഴിച്ചു കാണില്ല എന്നറിയാവുന്നത് കൊണ്ട്, ടീച്ചർ പറഞ്ഞു. കഴിക്കാത്ത എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുമോ? എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. എന്തേ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ആഹാരം വേണമെന്ന്, അഭി ദേഷ്യത്തോടെ പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്, കൂടെ താമസിപ്പിച്ചത്? എന്നിട്ട് എന്നെ തല്ലി ഇറക്കി വിട്ടല്ലേ, പിന്നെ എന്തിനാ? അഭി വീണ്ടും ചോദിച്ചു. തല്ലിയത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, പിന്നെ ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ടീച്ചർ പറഞ്ഞു. തല്ലിയല്ലോ, അത് പോരെ? അപ്പോ അന്ന് നീ കാണിച്ചതോ? ടീച്ചർ ചോദിച്ചു. എന്ത് കാണിച്ചു എന്ന് അഭി ചോദിച്ചു. നിനക്ക് ഓർമ്മയില്ലേ ആ രാത്രി? എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ടീച്ചർ കാരണമാ, അഭി പറഞ്ഞു. ഞാനോ? ഞാൻ എന്താ ചെയ്തേ? നിന്നെ എന്റെ കൂടെ താമസിപ്പിച്ചു, ആഹാരം തന്നു, അതുകൊണ്ടല്ലേ, ടീച്ചർ പറഞ്ഞു. അതാണോ ചെയ്തേ? എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ ടീച്ചർ, അഭി പറഞ്ഞു. എന്തോന്ന്? ടീച്ചർ തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെല്ലാം. ഞാൻ നിന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചെന്ന്? ഞാൻ പറഞ്ഞാൽ ടീച്ചർ പിന്നെയും തല്ലാനല്ലേ? ഇല്ല, തല്ലില്ല, നീ പറ. വാക്കാണോ? ആ വാക്ക്. സത്യമായിട്ടും? ആ സത്യം, നീ പറ, ഞാൻ എന്ത് കാണിച്ചു എന്നാ? ടീച്ചർ തന്നെയാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. എടാ, വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കറിയാൻ സമ്മതിക്കില്ലെന്ന്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞു. കെട്ടിയനെ ഓർത്ത് ടീച്ചർ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചതാണ്, അഭി പറഞ്ഞു. ഞാനോ? ആ, അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ടീച്ചറാണ് എന്റെ അടുത്തേക്ക് വന്നത്. ആ, അതിന്? ടീച്ചർക്ക് തണുക്കുന്നുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്. ഞാൻ പറഞ്ഞാൽ നീ കെട്ടിപ്പിടിക്കുമോ? അതുപോട്ടെ, ഞാനാണോ അങ്ങനെ ചെയ്യിപ്പിച്ചത് നിന്നെ കൊണ്ട്? ടീച്ചർ ചോദിച്ചു. അതെ, ടീച്ചർ തന്നെയാണ്, എന്റെ കൈയെടുത്ത് വെപ്പിച്ചതെല്ലാം ടീച്ചർ തന്നെയാണ്, അഭി പറഞ്ഞു. ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ? എനിക്കറിയാം ടീച്ചർ വിശ്വസിക്കില്ല എന്ന്, പിന്നെ എഴുന്നേറ്റാൽ എന്നോട് ചോദിക്കുമെന്ന്. ആ, അതുകൊണ്ടല്ലേ നിനക്ക് കുറെ കിട്ടിയത്, ടീച്ചർ പറഞ്ഞു. ഓക്കെ, ഞാൻ അടുത്തേക്ക് വന്നു എന്നുള്ളത് സത്യമാ, പക്ഷേ അതൊക്കെ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചത് ടീച്ചർ തന്നെയാ. എടാ, നീ എന്തൊക്കെയാടെ പറയുന്നേ? ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെയാണല്ലേ എന്നെ പൊന്നെ ചക്കരി എന്നൊക്കെ വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ആരായി? അഭി പറഞ്ഞു.
ദേ വേണ്ടത് പറയില്ല ചെക്ക, കിട്ടും എന്റെ കയ്യിൽ നിന്ന് വല്ലതും, ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ പറയണം. ഇത് നീ കഴിക്കുന്നുണ്ടോ? ഞാൻ കൊണ്ടുവന്നതൊക്കെ, ടീച്ചർ ചോദിച്ചു. ഞാൻ കഴിക്കണമെങ്കിൽ തെറ്റ് എന്റേതല്ലെന്ന് സമ്മതിക്കണം, അഭി പറഞ്ഞു. ഇല്ല, സമ്മതിക്കില്ല. എന്നാ മോൻ കഴിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം, ടീച്ചർ പറഞ്ഞു. അതിന് എങ്ങനെ പോകും ഇനി? ഞാൻ പുറത്തു പോയി ഓട്ടോ വിളിക്കും. ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിൽ എനിക്ക് തിരിച്ചു പോകാനും അറിയാട്ടോ, ടീച്ചർ പറഞ്ഞു. ഇനി ഇവിടെ വണ്ടി വരില്ല, ലാസ്റ്റ് ബസ്സാണ് പോയത്. ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ അടുത്തൊന്നുമില്ല. പിന്നെ 10 കിലോമീറ്റർ രാത്രി നടന്നു പോകണമെങ്കിൽ പൊക്കോ, അഭി പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? പ്ലീസ് എന്നെ ഒന്ന് കൊണ്ട് വിടടാ. തന്നെ പൊക്കോളാനല്ലേ പറഞ്ഞത്, പൊക്കോ, അഭി പറഞ്ഞു. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ല ഞാനിപ്പോൾ വന്നത്. ആ സ്നേഹം നിനക്കില്ലല്ലോടാ എന്നോട്, ദുഷ്ട, ടീച്ചർ പറഞ്ഞു. അതിനുള്ള കൂലി കാരണത്ത് കിട്ടിയില്ലേ, അതുകൊണ്ട് ഇനിയില്ല. എന്നാ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, ടീച്ചർ ചോദിച്ചു. ആ, എന്തെങ്കിലും ചെയ്. രാത്രി അയക്കാനാൽ സ്വഭാവം മാറരുത്, പറഞ്ഞേക്കാം. ഷേ, ഈ ചെക്കനാകെ വഷളായല്ലോ, ടീച്ചർ പറഞ്ഞു. നമ്മളിപ്പോൾ വഷളായി. രാത്രി കിടക്കുമ്പോൾ മൂളിക്കൊണ്ടിങ്ങ് വന്നോളൂ, ഒരു നല്ല കുട്ടി. ആ ശരി, വാ കഴിക്കാം. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അവിടെ കിടക്കാനാണെങ്കിൽ ഒരു കട്ടിലും ഒരു പായയും ഉള്ളൂ. 2 മുറിയിലായി കിടന്നു. ടീച്ചർ ബെഡിൽ കിടത്തി, അഭി നിലത്ത് പായയിൽ കിടന്നു. രാത്രി 10 മണിയായി കാണും. അവനെ ഓർത്ത് ടീച്ചർ എന്തൊക്കെയോ വിചാരിച്ച് ചിരിച്ചു. മെല്ലെ അവനെ തണുപ്പത്ത് കിടത്തണ്ട എന്ന് വിചാരിച്ച് അവനെ വിളിക്കാനായി മുറിയിലേക്ക് ചെന്നു. ഒരു തുണിയിട്ട് മറച്ച വാതിൽപ്പടിയിൽ നിന്നും വിളിക്കാൻ നേരമാണ് ആ സൗണ്ട് ടീച്ചർ കേൾക്കുന്നത്. അവൻ പരിപാടിയിലാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ഓ, ഈ ചെക്കൻ്റെ ഒരു കാര്യം വീണ്ടും തുടങ്ങി. ഇനി അവിടെങ്ങാനും കിടക്കട്ടെ എന്നും കരുതി തിരിയാൻ നേരം ടീച്ചർ വീണ്ടും കേട്ടു. ആ ശബ്ദത്തിനിടയിൽ അവൻ ടീച്ചറുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്. ശേ, ഈ ചെക്കൻ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ കൈയോടെ പിടിച്ച് 2 എണ്ണം കൊടുക്കാമെന്ന് ഓർത്തു. ടീച്ചർ വേഗം മൊബൈൽ തെളിച്ച് ലൈറ്റ് ഇട്ടപ്പോഴേക്കും അവൻ വേഗം പുതപ്പിട്ട് മൂടി. ടീച്ചറെ കണ്ട് അവൻ നെട്ടി. എന്താ ടീച്ചർ? അഭി ചോദിച്ചു. ഒന്നുമില്ല, നിന്നൊന്ന് വിളിക്കാൻ വന്നതാ. എന്തിന്? അഭി ചോദിച്ചു. തണുപ്പത്ത് കിടക്കണ്ടെന്ന് പറയാൻ വിളിച്ചത്. പക്ഷേ നിന്റെ വായിൽ നിന്നും കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അന്ന് നീ എല്ലാം കാണിച്ചിട്ട് എന്റെ തലയിലാക്കിയതാണെന്ന്. ടീച്ചർ, ഞാനത് പിന്നെ. നീ ഒന്നും പറയണ്ട അഭി. ടീച്ചർ തിരിച്ചു നടന്നു. അഭി വേഗം എഴുന്നേറ്റ് ഷോർട്സ് വലിച്ചിട്ട് ലൈറ്റ് ഓഫാക്കി മൊബൈൽ തെളിച്ച് ടീച്ചറുടെ അടുത്തേക്ക് പോയി. ടീച്ചർ കിടക്കുന്ന അടുത്തേക്ക് പോയി മൊബൈൽ ബട്ടൺ കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ അഭി, നീ കിടക്കുന്നില്ലേ? അത് ടീച്ചർ, അന്ന് നടന്നതിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും അങ്ങനെയൊക്കെ തോന്നിപ്പോയി. സോറി ടീച്ചർ, അഭി പറഞ്ഞു. അത് നീ എന്നെ ഓർമ്മിപ്പിക്കരുത് അഭി. അതൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടാണെന്നല്ലേ നീ പറഞ്ഞു നടക്കുന്നത് ഇപ്പോൾ? അഭി കട്ടിലിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു. ടീച്ചർ, അന്നങ്ങനെ നടന്നത് ടീച്ചർക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. എന്ത് കേൾക്കാൻ? ടീച്ചർ ഹെഡ്സെറ്റ് കുത്തി ഇതൊന്ന് കേട്ടു നോക്കൂ. എനിക്കൊന്നും വയ്യ, നിന്റെ ആ പടം കാണാനല്ലേ? ഓ അല്ല ടീച്ചർ. ടീച്ചർ വോയിസ് റെക്കോർഡ് ഓണാക്കി സൗണ്ട് കുറച്ച് കേട്ടു നോക്കി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് താനാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. ദാ, ഇത് നീ റെക്കോർഡ് ചെയ്തല്ലേ? ടീച്ചർ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ടീച്ചർ വിശ്വസിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തതാ.